ഹേ ഗായ്സ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നലെ 2 ദിവസമായിട്ട് ജസ്ന സലീം ആർക്ക് വേണമെങ്കിലും പറയാം എന്ന് പറയുന്ന ഒരു നമ്മൾ ആരുടെയെങ്കിലും അച്ഛനോ അമ്മക്കോ പറഞ്ഞാല് ആ ചെങ്ങായിക്കെതിരെ ഇത് മോശമായി ഭയങ്കര പോയി, വിമർശനങ്ങളും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. പള്ളിയിലച്ഛന്മാർ അന്നപ്പം അവിടെ അതിന് മുന്നേ ജസ്ന സലീം കുറച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അവർ പറഞ്ഞതിന് അവർ വീട്ടുകാരെ ഉൾപ്പെടുത്തരുത്, എല്ലാ ഉപദേശം എന്റെ അച്ഛനും അമ്മയും ആർക്കും പറഞ്ഞു പോയിട്ട് അതൊരു അതുൽ ചേട്ടന്മാര് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിന്റെ അമ്മ മുനുകൂടെയും ബേഗക്കൂടെയും അടിക്കൂടെയും ഒക്കെ കേട്ടി മോൻ കണ്ട് വളർന്നതായിരിക്കാം ഇപ്പൊ നിനക്ക് ഇങ്ങനെ പറയാനുള്ള ഒരു അവസരം വന്നത്. അതുപോലാണ് എല്ലാ സ്ത്രീകളും എന്ന് കരുതരുത് സൗണ്ട് തോമേ. നിന്റെ അമ്മയുടെ സ്വഭാവമാണ് എല്ലാ സ്ത്രീകൾക്കും എന്നുള്ളത് കരുതരുത്. നിന്റെ അമ്മ ആരെയും വിളിച്ച് കയറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിനക്ക് സൗണ്ട് തോമന്റെ ഫേസ് വന്നു? അതോടെ ഇന്ന് പറ. നിന്റെ അച്ഛനും ഇല്ല, നിന്റെ അമ്മക്കും ഇല്ല, പിന്നെ എങ്ങനെ വന്നു? അപ്പൊ അമ്മനോട് ചോദിക്കേ, അമ്മേ അച്ഛൻ ആരാണ് ചോദിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ സൗണ്ട് തോമേ. പിന്നെ അടുത്ത അതിലായിട്ടനോട് എന്നെ പൊണ്ണാരേട്ടാ, ഒരാളിങ്ങനെ കോപ്പി അടിച്ചിട്ട് സെയിം ഡയലോഗ് അടിക്കാണ്ട് വേറെ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൂടെ? ഇതാ സൗണ്ട് തോമ പറഞ്ഞ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയാൻ. നന്നായിട്ട് വയറുണ്ടായിരുന്നു, എക്സസൈസ് ചെയ്ത്. എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ലല്ലോ, പിന്നെ ഇനി എന്തിനാ പേടിക്കുന്നത്? പിന്നെ ആ സൗണ്ട് തോമനോട് പറഞ്ഞതിൻ്റെ മാതിരി തന്നെയാണ് നിന്നോടും പറയാനുള്ളത്. നിന്റെ അമ്മ അങ്ങനെ പലരെയും കീറ്റി കാണും, നീ അത് കണ്ടും കാണും എന്ന് വെച്ചിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പാടില്ല കേട്ടോ. അതെന്തുകൊണ്ടാന്നറിയോ? ആ പറയുന്നത് മോശ. നിന്റെ അമ്മക്ക്, നിന്റെ അമ്മയുടെ നായര് 2-ാം കെട്ടിന് പോയിട്ടല്ലേ ഞാൻ ഗുരുവായൂർ പോയി ബിരിയാണി വിളമ്പിയത്? നിന്റെ അമ്മയുടെ നായര് 2-ാം കെട്ടിന് പോകണ്ട എന്ന് നിനക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? എന്നാൽ ഞാൻ അവിടെ പോയിട്ട് ബിരിയാണി വിളമ്പില്ലായിരുന്നല്ലോ. അതുകൊണ്ട് മാത്രമല്ലേ ഇപ്പൊ ഇവിടെ ബിരിയാണി പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് നിന്റെയും മറ്റേ സൗണ്ട് തോമയുടെയും അമ്മമാര് ചെയ്യും പോലെ എല്ലാ സ്ത്രീകളും ചെയ്യുമെന്ന് നിങ്ങൾ കരുതരുത്. പിന്നെ എനിക്ക് 1, 2, 3 അത് നിങ്ങൾ പേടിക്കുകയും ചെയ്യരുത്. കാരണം ആ 1, 2, 3 നിങ്ങളുടെ ആരെയും അച്ഛൻ പെടുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കണം? നിങ്ങൾ പേടിക്കേണ്ടത് ഈ 1, 2, 3 നിങ്ങളുടെ അച്ഛൻ പെടുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പേടിക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചെറിയമ്മയെന്ന് വിളിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്, അത് വരേണ്ടി വരൂല കേട്ടാ. അപ്പോൾ ഈ വ്യാജ പ്രചരണം നടത്തിയിട്ടേ ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നിനക്കൊക്കെ കിട്ടാനുണ്ടാവുന്നത് എന്ത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇതിനെക്കാട്ടിലൊക്കെ നല്ലത് എന്താണെന്നറിയോ? അതുലേട്ടന്മാരെ ഒരു പാവിരിച്ച് റോട്ട് പെട്ട് തെണ്ടി തന്ന് ഇതിനെക്കാട്ടിലും അന്തസ്സുണ്ടാവും. ഈ പരദൂഷണം പറയില്ല സ്ത്രീകളായിരുന്നല്ലോടാ. ആ സ്ഥാനത്തേക്ക് അതുലുമാര് ഏറ്റെടുത്തു അല്ല, കൊച്ചു കള്ളന്മാര്. അപ്പം മക്കളെ, വേഗം പോയിട്ട് ഒരു പുതിയ പായ വാങ്ങ, റോട്ടിലായിട്ട് വിരിക്കുക. വേണമെങ്കിൽ നിന്റെയൊക്കെ അമ്മക്ക് സുഖമാണോ സംസാരിക്കാൻ അറിയില്ലെങ്കിൽ അമ്മമാരെയും കൂട്ടുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓക്കെ, ബൈ. അപ്പോൾ ജസ്ന സലീമിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എല്ലാവർക്കും മതങ്ങളുണ്ട്, മതം ഇല്ല എന്ന് പറയും. പക്ഷെ ആ മതം മിസ്യൂസ് ചെയ്യരുത്. ആരും എന്താ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്യരുത്. പക്ഷെ നമുക്ക് ഓരോ വിശ്വാസങ്ങളുണ്ട്, ഓരോ മതത്തിനും അത് അവരവരുടേതായ വിശ്വാസങ്ങൾ. ആ വിശ്വാസം പണ്ട് മുതൽക്കേ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും. മുസ്ലിംസ് ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ. അപ്പം അതിനനുസരിച്ച് ജീവിക്കാൻ നോക്കാതെ മറ്റുള്ള മതത്തിലേക്ക് തോഴ്ന്നിറങ്ങിയിട്ട് അവരുടെ എന്താ പറയാ വല്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നീ ഉപദ്രവിക്കുന്നുണ്ട്. അത് കുറച്ച് കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ആ ഒരു മനുഷ്യൻ അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നീ ചെയ്തു പായസം. അവർക്ക് ഇഷ്ടപ്പെടാത്തതെന്നല്ല, ഹിന്ദു മതസ്ഥർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നീ ചെയ്തു. അതിന് ആ ഒരു മനുഷ്യന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അത് റിയാക്ട് ചെയ്തു. പക്ഷെ നീ ഇപ്പൊ കാണിച്ച തെണ്ടിത്തരവില്ലേ, അവരുടെ അമ്മക്കോ അച്ഛനൊക്കെ വിളിച്ചത്, അതൊരിക്കലും ആരും പൊറുക്കുന്നതിനപ്പുറം ആയിപ്പോയി. അപ്പം അതിനെന്തായാലും പിന്നെ വേറൊരു വ്ളോഗർ ചെയ്തു എന്നാ പറയുന്നത്. ഇപ്പൊ 2 അതുൽമാരും ഇതിന് റിയാക്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നല്ല തക്കതായ മറുപടി കൊടുക്കുക. കാരണം ഇവൾക്ക് എന്തും വിളിച്ചു പറയാനോ എന്തും കളിക്കാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ് ഇവള് തുള്ളിച്ചാടി കുറച്ച് കാലമായിട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെന്തായാലും റിയാക്ട് ചെയ്തേ പറ്റൂ.
ഹിന്ദുക്കളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കുറേ ചിത്രവും വരച്ച് അതുപോലെ കുറച്ച് പായസം കണ്ണൻ ഉണ്ടാക്കി കൊടുത്താൽ ലോകം മൊത്തമുള്ള കീഴിലാവുന്നുള്ള ഒരു വിചാരം ഉണ്ടാന്ന് തോന്നുന്നു. പിന്നെ എന്താ പറയുക, ഈ പായസം നീ ഉണ്ടാക്കി കൊണ്ടു കൊടുത്താൽ മാത്രമേ കണ്ണ് കുടിക്കൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവിടെയുള്ള അവിടെ നിന്നാണ് സാധാരണ പായസം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുക. ഇത് ഇവള് ഒരു കുഞ്ഞു ബോട്ടിൽ പായസം ഉണ്ടാക്കിയിട്ട് ഇവൾ അങ്ങോട്ടേക്ക് പോകുന്ന പോലും. കഷ്ടം. പിന്നെ ഇത് കുറേ കാലം നീണ്ടു നിൽക്കില്ല എന്നുള്ളത് ഓർത്താൽ എനിക്ക് നന്നായിരിക്കും. കാരണം എപ്പം എല്ലാവരുടെ കണ്ണിൽ ഇങ്ങനെ പൊടിയിട്ട് ഇങ്ങനെ നടക്കാനൊന്നും കഴിയില്ല. ഏകദേശം വിവരമുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ മനസ്സിലായി തുടങ്ങി. അതും കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.